കോൺഗ്രസിന്റെ അവർക്കൊക്കെ ഈ മത്സര സമയത്ത് മാത്രമേ ഉള്ളൂ രാഷ്ട്രീയം, വൈരമില്ല. അതിവിടെ കേരളത്തിൽ മാത്രമേ ഉള്ളൂ. ജയിച്ചാലും ജീവിക്കാൻ പറ്റും, മറ്റുള്ളവരെ ജീവിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ അതിനകത്തും വിഷം കലർത്തും. എന്ത് കഷ്ടം അല്ലേ? അപ്പോ ഡൽഹിയിൽ ലഭിക്കുന്ന ഒരുപക്ഷെ പ്രധാനമന്ത്രി നിർദ്ദേശിച്ച് പെട്രോളിയം മന്ത്രി എന്ന നിലയ്ക്ക്, ടൂറിസം മന്ത്രി എന്ന നിലയ്ക്ക് ഇപ്പോ ഇവിടെ നിന്ന് ഒരു ദിവസം വൈകുന്നേരം പാലക്കാട്, അത് കഴിഞ്ഞ് കോഴിക്കോട് ഒരു ദിവസം, അത് കഴിഞ്ഞ് തിരുവനന്തപുരത്ത് എത്തിയാൽ 2 ദിവസം തിരുവനന്തപുരത്തെ മുഴുവൻ പെട്രോളിയം മിനിസ്ട്രിയുടെ പരിപാടികളാണ്. ഇത് കഴിഞ്ഞ് നേരെ പോകുന്ന 3 ദിവസത്തേക്ക് നമ്മുടെ ത്രിപുരയിലേക്കാണ്. കേരളത്തിൽ നിന്ന് നേരെ പോകുന്ന ത്രിപുരയിലേക്കാണ്, നമ്മുടെ മാത്രം ത്രിപുരയിലേക്ക്. അവിടെ ശ്രീ ബിപ്ലബ് കുമാർ എന്നെ അനുഗമിക്കുന്ന പരിപാടികൾക്കെല്ലാം. അപ്പോ ഇതൊക്കെ സംഭവിക്കുന്നത് വേറെ ഒരു കണക്കെടുപ്പിലുമല്ല, കണക്കുകൂട്ടലിലുമല്ല, വേറെ ഒരു ജാതിയും നോക്കിയിട്ടല്ല, ഒരു രാഷ്ട്രീയവും നോക്കിയിട്ടല്ല. ഹൃദയത്തിൽ കൈവച്ച് ഒരു ചൂണ്ടുവിരൽ ഉയർന്നു വന്ന് ഒരു താമര ചിഹ്നത്തിൽ അമർന്നതിന്റെ പേരിൽ മാത്രം ഞാൻ നേരിട്ടിരിക്കുന്ന മുഹൂർത്തങ്ങളാണ് എന്റെ മുന്നിൽ. മുഹൂർത്തങ്ങളാണ് എനിക്ക് ദൈവം സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടത് എന്ന് പറയുന്ന സംശയം മാത്രമാണ് എനിക്ക്. ആരോടൊക്കെ ഞാൻ നന്ദി പറയണം എനിക്കറിയില്ല. ഞാൻ ഇതൊന്നും ആഗ്രഹിച്ചിട്ടുള്ള ആളാണ്. ജയിക്കണം, ജയിക്കണം. ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടും ചെയ്യുന്ന ഏറ്റവും വലിയ വഞ്ചനയാവും. ഓരോ പരീക്ഷ എഴുതുമ്പോഴും അവര് അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കുക, അർച്ചന നടത്തുക, പൂജ നടത്തുക, എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുക. ഞാൻ പരീക്ഷ കഴിഞ്ഞ് വന്നു കിടന്നുറങ്ങിയാലും അവരുറങ്ങാതിരിക്കുക. മാർക്ക് ലിസ്റ്റ് കൊണ്ടുവരുന്ന സമയത്ത് അവരിങ്ങനെ കൈനീട്ടി വാങ്ങാൻ കാത്തു നിൽക്കുക എന്ന് പറയുന്ന ഒരു മുഹൂർത്തത്തിൽ നിന്ന് കളക്ടറുടെ നിന്ന് ഞാൻ ആ വിജയപത്രം സ്വീകരിച്ചു വന്നപ്പം അത് നീട്ടി വാങ്ങാൻ അവരില്ല എന്ന് പറഞ്ഞാൽ അതെനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗമല്ല. ഞാനത് ജനങ്ങളെ കാണിച്ചപ്പോൾ ഞാൻ എൻ്റെ അച്ഛനെ എന്നയാണ് ഞാൻ കാണിച്ചത്. ആ മുഹൂർത്തത്തിലേക്ക് എന്നെ എത്തിച്ച പ്രിയ മലയാളികൾക്ക് ഞാൻ അങ്ങനെ പറയും. നിങ്ങളൊക്കെ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്നവരല്ലാതെ തന്നെ പുറത്തുള്ള വോട്ട് ചെയ്ത് ഒരു 2-2.5 ലക്ഷം പേരെങ്കിലും കാണും. നമ്മുടെ സമ്പ്രദായത്തിൽ അല്ലാത്തവർ അവരെയൊക്കെ ഒന്ന് അവരുടെ ഹൃദയത്തിൽ കൈവച്ച് ഇത്തവണ ആർക്ക് എന്ന് ഏതാണ്ട് 1.5 വർഷം മുമ്പ് ചോദിച്ചതിന് ഉത്തരം നേടി. അത് ഏപ്രിൽ 26-ാം തീയതി വന്ന് ഒരു ആലിംഗനമായി അനുഗ്രഹമായി കാത്തി തരുന്നതിന് കേരളത്തിലെ മുഴുവൻ മലയാളികളുടെയും ഒരു പ്രാർത്ഥനയുണ്ടായിരുന്നു. ലോകം മുഴുവനുള്ള മലയാളികളുടെയും ഒരുപക്ഷെ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഒരു അനുഗ്രഹം ഏത് വഴിക്ക് വരണമെന്ന് നിശ്ചയിച്ചവരുടെ ഒരു പ്രാർത്ഥന എനിക്ക് അനുഗ്രഹമായി വന്നിട്ടുണ്ട്. അവരെല്ലാം ഞാൻ കാലത്തൊട്ട് കാണുകയാണ്.